ചൈനയുടെ ജനസംഖ്യ മൂന്നാം വർഷവും കുറഞ്ഞു. ജനസംഖ്യയിൽ ഇടിവുണ്ടായി എന്ന് ചൈനീസ് സർക്കാർ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പ്രായമായവരുടെ ജനസംഖ്യ ഉയരുകയും യുവാക്കളുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷണമാണ് ചൈന നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2004 അവസാനത്തോടെ ചൈനയുടെ ജനസംഖ്യ 1.408 ബില്യൺ ആയിരുന്നു. മുൻവർഷം 1.39 ദശലക്ഷത്തിന്റെ കുറവുണ്ടായി. കിഴക്കൻ ഏഷ്യൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഹോങ്കോങ്, മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ അവരുടെ ജനനനിരക്ക് കുത്തനെ ഇടിയുകയാണ്. വർദ്ധിച്ചുവരുന്ന ജീവിത ചിലവ് കാരണവും ഉന്നത വിദ്യാഭ്യാസവും ജോലിയും ആഗ്രഹിക്കുന്നതിനാലും വിവാഹത്തിലും പ്രസവത്തിലും യുവാക്കൾക്ക് താല്പര്യമില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനവും 1949 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷവും വെറും 3 പതിറ്റാണ്ടിനുള്ളിൽ ചൈനയിൽ ജനസംഖ്യ ഇരട്ടിയായി. എന്നാൽ പിന്നീട് ജനസംഖ്യ നിയന്ത്രിക്കാൻ ഒറ്റക്കുട്ടി നയം നടപ്പിലാക്കാൻ തുടങ്ങിയതോടെയാണ് ജനസംഖ്യ കുറയാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ നയത്തിൽ മാറ്റം വരുത്തി ജനനനിരക്ക് വർദ്ധിപ്പിക്കുവാനാണ് ശ്രമം. 2023 ചൈനയുടെ മൊത്തം ജനസംഖ്യ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി കുറയുകയും അതേ വർഷം തന്നെ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രമായി ചൈനയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ മുന്നിലെത്തുകയും ചെയ്തു. റിപ്പോർട്ട് പ്രകാരം ചൈനീസ് ജനസംഖ്യയുടെ 5-1 കൂടുതൽ പേർ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരാണ്. 2035 ഈ ജനസംഖ്യ 30% കവിയുമെന്നാണ് പ്രവചിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.